നിങ്ങളൊരു കേരള വിഷന്റെ കേബിൾ ടി വി ഉപഭോക്താവാണ് എങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. ഇതൊരു കേരള വിഷൻ കേബിൾ ടി വി ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള വിഷൻ ഡിജിറ്റൽ ടി വിയിൽ വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി കേരള വിഷനിൽ ആദ്യ ചാനൽ റിപ്പോർട്ടറും അതുപോലെ തന്നെ യുവയും അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളായിരുന്നു ഫസ്റ്റ് ലാൻഡിംഗ് പോയിന്റിൽ തന്നെ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള വിഷൻ അവരുടെ ആ നയങ്ങളിലെല്ലാം മാറ്റം വരുത്തിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലുമുള്ള ജില്ലാ ചാനൽ കേരള വിഷന്റെ ഓരോ ജില്ലയ്ക്കും വേണ്ടി ഓരോ ജില്ലകളിലും ഓരോ ജില്ലാ ചാനൽ ഉണ്ടായിരിക്കും. ആ ജില്ലാ ചാനലാണ് ഇപ്പോൾ കേരള വിഷന്റെ ചാനൽ നമ്പർ 1 അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് കേരള വിഷന്റെ ഏറ്റവും പുതിയതായിട്ട് വന്ന മാറ്റം. കേരള വിഷന്റെ ഓരോ ജില്ലകളിലുമുള്ള ജില്ലാ ചാനലുകളെ ചാനൽ നമ്പർ 1 അതുപോലെ ചാനൽ നമ്പർ 2 അതത് പ്രദേശങ്ങളിലുള്ള പ്രാദേശിക ചാനലുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ നിലവിൽ ജില്ലാ ചാനൽ ഉണ്ടായിരുന്ന ചാനൽ നമ്പർ 3 കേരള വിഷന്റെ തന്നെ സാറ്റലൈറ്റ് ചാനലാണ് ഇപ്പോൾ 3 നമ്പറിലുള്ളത്. അതായത് ചാനൽ നമ്പർ 1 ഏത് ജില്ലയിൽ, മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഗോൾഡ് കേരള വിഷൻ, തൃശ്ശൂരാണെങ്കിൽ TCV, അതുപോലെ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് വിഷൻ, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ വിഷൻ എന്നിങ്ങനെ ഓരോ ജില്ലയിലുമുള്ള കേരള വിഷന്റെ ജില്ലാ ചാനലാണ് ചാനൽ നമ്പർ 1 അതുപോലെ തന്നെ അതത് പ്രദേശത്തുള്ള പ്രാദേശിക ചാനൽ ചാനൽ നമ്പർ 2 കേരള വിഷന്റെ സാറ്റലൈറ്റ് ചാനൽ നമ്പർ 3 കേരള വിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ചാനൽ നമ്പർ 3 നമുക്ക് ജില്ലാ ചാനൽ കിട്ടിക്കൊണ്ടിരുന്നത്. ചില ഉപഭോക്താക്കളെങ്കിലും അവരുടെ സെറ്റ് ബോക്സുകൾ റീട്യൂൺ ചെയ്യുക, സാധാരണഗതിയിലുള്ള ബോക്സുകളെല്ലാം ഓട്ടോ ട്യൂണിൽ തന്നെ ഇത് സംഭവിക്കുന്നത്. ചാനൽ നമ്പർ 1 ഇപ്പോൾ നിങ്ങളുടെ ജില്ലാ ചാനൽ ലഭിക്കുന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ സെറ്റ് ബോക്സ് ട്യൂൺ ചെയ്യുക. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കെയർ ഓഫീസുകളിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാലം കേരള വിഷൻ നാപ്റ്റോൾ ചാനൽ നമ്പർ 1 വന്നിരുന്ന കാലം മുതൽ തന്നെ എല്ലാ ഉപഭോക്താക്കളും പറഞ്ഞിരുന്ന കാര്യമാണ് ഈ നാപ്റ്റോൾ എന്നൊരു ചാനൽ നമ്പർ 1 നിന്നും എടുത്ത് ഒഴിവാക്കുക എന്ന്. പക്ഷേ അതിനുശേഷം അവർ റിപ്പോർട്ടർ എന്നൊരു റിപ്പോർട്ടറാണ് ചാനൽ നമ്പർ 1 ലാൻഡിംഗ് പേജിൽ അവർ കൊണ്ടുവന്നിരുന്നത് കേരള വിഷൻ. അതിനുശേഷം ഇപ്പോൾ അവർ നമ്പർ 1 കേരള വിഷന്റെ അതത് ജില്ലാ ചാനൽ കൊണ്ടുവന്ന തീരുമാനം ഏതായാലും നല്ലൊരു തീരുമാനം തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള പുതിയ ഇൻഫർമേഷനുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണും വരെ സൈനിങ് ഓഫ് ബൈ സലീഷ്.